ദൈവത്തെ പിന്തുടർന്നിട്ട് പൂജ്യമായവരെ നാം ഒരിക്കലും കാണില്ല. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം, നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി, നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുപോകും. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അഹരോന്റെ സ്വഭാവം ഇങ്ങനെ അതിനെ സംഗ്രഹിക്കാം. അഹരോൻ ഒരാവേശഭരിതനായ സ്വഭാവക്കാരനായിരുന്നു. മിക്കപ്പോഴും തന്റെ സഹോദരനിൽ ചാരിയായിരുന്നു താൻ നിന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ മനസ്സിന് ഇരുത്തമില്ലാത്തതിനാൽ സ്വതന്ത്രനായി പ്രത്യക്ഷപ്പെടാനുള്ള ആഗ്രഹം കാണിക്കും. അവൻ പിന്തുടരുവാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ നയിക്കാൻ കഴിവുള്ളവനായിരുന്നില്ല. സേവിക്കാൻ കഴിയും, പക്ഷെ ഭരിക്കാൻ കഴിയില്ല. അത്തരക്കാർ നമ്മുടെ ഇടയിലുമുണ്ട്. നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാർ, എന്നാൽ തങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ ബിസിനസ്സുകളും നശിപ്പിക്കുന്ന മനുഷ്യർ. ഈ പുരുഷന്മാർ പലപ്പോഴും അഹരോനെ പോലെയാണ്. അവർ അനുയോജ്യമല്ലാത്ത സ്ഥാനങ്ങൾക്കായി കൊതിക്കുന്നു. മറ്റുള്ളവരുടെ വിജയത്തിൽ അത്തരം ആളുകൾക്ക് അസൂയയുമുണ്ട്. ആ തീപ്പൊരി എളുപ്പത്തിൽ കത്തും. അഹരോന്മാർക്ക് ചെയ്ത് തീർക്കാൻ കഴിയും, അവർക്ക് ആരംഭിക്കാൻ കഴിയില്ല. ജനക്കൂട്ടത്തെ കരുതലില്ലാതെ സുഖിപ്പിക്കുന്നവരെക്കാൾ നീതിയോടെ നയിക്കുന്നവർക്ക് ശക്തമായ പ്രതിഫലങ്ങളുണ്ട്. ക്രിസ്തു യേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.